കാറ്റത്തെ ഈ കിളിക്കൂട് നമ്മുടെ ആറ്റക്കറുപ്പൻ എന്ന കിളിയുടെയാണ്. ഒരു മാസം മുമ്പ് ഞാൻ ഇവരുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അവർ അന്ന് കൂട് പണിത് മുട്ടയിട്ട് അടയിരിക്കുന്ന സമയമായിരുന്നു. ഇരട്ടത്തലയൻ കിളികൾക്ക് കൂട് കൂട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ പറക്കുന്ന ഭാഗത്തിലാവാനായിട്ട് 25 ദിവസം മതിയായിരുന്നു. എന്നാൽ ഇവരുടെ കാര്യം എല്ലാം പതുക്കുകയാണ്. ഡിസംബർ അവസാനം കൂട് കൂട്ടാൻ തുടങ്ങിയത് ഏകദേശം 10 ദിവസത്തോളം എടുത്തു. 20 ദിവസം അത് കഴിഞ്ഞ് അടയിരുന്നു. ഇപ്പോൾ കിയോ കരച്ചിൽ, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ചയാവുന്നു. ചുരുക്കി പറഞ്ഞ ഒരു 50 ദിവസത്തെ പ്രോജക്റ്റ്. ഇവർ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വരുമ്പോൾ കുറച്ച് നേരം ഇലക്ട്രിക് ലൈനിലിരുന്ന് ചുറ്റും ഭീഷണികളൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കും. അത് കഴിഞ്ഞ് അടുത്തുള്ള കുറ്റിച്ചെടിയുടെ കമ്പിൽ വന്ന് അവിടെയും കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറുക. പലപ്പോഴും ഒരു കിളി പുറത്ത് കാവൽ നിൽക്കും, മറ്റേത് അകത്തേക്ക് പോകും. അത് പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് രണ്ടാമത്തത് കയറാറ്. ഒരു ദിവസത്തിൽ 5-6 പ്രാവശ്യം എത്തിച്ചു കൊടുക്കുന്ന തീറ്റ കുഞ്ഞുങ്ങൾക്ക് മതിയാകുന്നില്ല എന്നാണ് തോന്നുന്നത്. അത് മിക്കവാറും വായും പൊളിച്ച് പുറത്തേക്ക് നോക്കി ഇരിപ്പാണ്. കൂടിൻ്റെ മുൻഭാഗത്തെ പുല്ലും കതിരും ഇടയ്ക്കിടെ അകത്താക്കണമുണ്ട്. അതിവേഗത്തിൽ കയറുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന കാരണം ദൃശ്യങ്ങൾ പകർത്തുക അത്ര എളുപ്പമല്ല. അതുപോലെ തന്നെ അതിവിദഗ്ധമായി പണിതിരിക്കുന്ന കൂടിൻ്റെ ഉൾഭാഗ കാഴ്ചകൾ പകർത്താനും സാധിക്കില്ല. എന്നാൽ അതിന് ആശ്വാസമായി കഴിഞ്ഞ 2-3 ദിവസമായി കുഞ്ഞുങ്ങൾ മാറി മാറി കൂടിൻ്റെ കവാടത്തിൽ വന്ന് ദർശനം തരുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിൽ അകത്ത് കഴിഞ്ഞിരുന്ന അവർ ഇപ്പോൾ മിക്കവാറും പുറത്ത് കാഴ്ചയും കണ്ട് വാതിലിൽ തന്നെ ഇരിപ്പാണ്. ഒരു പക്ഷേ 1-2 ദിവസത്തിനകം ഇവർ പുറത്തേക്ക് പറന്നേക്കാം. കുഞ്ഞുങ്ങൾ കന്നി പറക്കലിനായി തയ്യാറാകുമ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധ അവിടേക്ക് കൊടുക്കുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ചയിലെ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ.